വീണ്ടും വാർത്താരംഭം തുടരുകയാണ്. കോഴിക്കോട് ചികിത്സാ പിഴവ് കാരണം രോഗി മരിച്ച സംഭവത്തിൽ അറസ്റ്റിലായ വ്യാജ ഡോക്ടറെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കോട്ടക്കടവ് TMH ആശുപത്രിയിലെ RMO ആയി ചികിത്സ നടത്തിയ വ്യാജ ഡോക്ടർ അബു എബ്രഹാം ലൂക്കാണ് അറസ്റ്റിലായത്. രോഗിയുടെ ഡോക്ടറായ മകനും സുഹൃത്തുക്കളും നടത്തിയ അന്വേഷണത്തിലാണ് ഈ വ്യാജ ഡോക്ടറെ കുടുക്കിയത്. ഇപ്പോൾ 23 സെപ്റ്റംബറിന് രാവിലെ തന്നെ അച്ഛന് നെഞ്ചുവേദനയും ശ്വാസം മുട്ടുമായിട്ട് ഇവിടുന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുപോയതാണ്. അപ്പോൾ വളരെ അടുത്താണ് TMH ആശുപത്രി, ഒരു 5-10 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ അവിടെ എത്തിച്ചു, സ്ട്രെച്ചറിലകത്തേക്ക് എടുത്തു. അപ്പോൾ ഇനീഷ്യലായിട്ടുള്ള ഒരു ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റ് കൊടുത്തില്ല എന്നാണ് അമ്മ അപ്പം ആ സമയത്ത് പറഞ്ഞത്. എന്നെ ഫോൺ വിളിച്ചു. ഞാൻ ആ സമയത്ത് ചണ്ഡീഗഡാണ്, ഞാൻ അവിടെ വർക്ക് ചെയ്യാണ്, ചണ്ഡീഗഡ് ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ ആ ഒരു സമയത്ത് കൊടുക്കേണ്ട ട്രീറ്റ്മെന്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഇവിടെ വീട്ടിലേക്ക് ഞാൻ അന്ന് രാത്രിയാണ് എത്തിയത്. ഒരു 3-4 ദിവസത്തിന് ശേഷം വീട്ടിൽ വേറെ ഒരു മെഡിക്കൽ എമർജൻസി വന്നപ്പോൾ അതേ ആശുപത്രിയിൽ പോയപ്പോഴാണ് എൻ്റെ വൈഫും അവളും ഡോക്ടറാണ്. അവൾ ആ ഒരു ഡോക്ടറുടെ പേര്, അന്ന് നൈറ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ അബു എബ്രഹാം ലൂക്ക് എന്ന് പറഞ്ഞ ഡോക്ടറുടെ പേര് ആ ഒരു ഡോക്ടേഴ്സ് ലിസ്റ്റിൽ കണ്ടപ്പോൾ തന്നെ ആളെ മനസ്സിലായി. KMCT ആശുപത്രിയിൽ 2011 തൊട്ടിട്ട് ഇതുവരെ MBBS ബിരുദം പാസ്സാവാതെ, സെക്കൻഡ് ഇയർ പോലും പാസ്സാവാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് അന്ന് അച്ഛന് ഫസ്റ്റ് എയ്ഡ് കൊടുത്തതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ നമ്മളൊക്കെ ഒരു മെഡിക്കൽ എമർജൻസി ആയിട്ട് രാത്രി ഒരു മെഡിക്കൽ എമർജൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും രോഗിക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടാണ് ഒരു രാത്രിയൊക്കെ ഒരാൾ പോവുക ഒരു ആശുപത്രിയിൽ. അപ്പം നമ്മൾ ആ സമയത്ത് ദൂരെയുള്ള ആശുപത്രിയിലേക്കല്ല, ആളെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി അടുത്തുള്ള ആശുപത്രി തന്നെ എപ്പോഴും പോവുക. അവിടുന്ന് സ്റ്റേബിൾ ആയതിനു ശേഷമാണ് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്കൊക്കെ എത്തിക്കുക. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മളൊരു ട്രസ്റ്റ് വെച്ചിട്ടാണ് പോണത് ഇതുപോലത്തെ ആശുപത്രിയിലൊക്കെ. നമ്മുടെ അച്ഛനെയോ അമ്മയോ വേണ്ടപ്പെട്ടവരെയോ നോക്കുന്ന വ്യക്തി ഒരു മിനിമം ക്വാളിഫിക്കേഷൻ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാവും. അപ്പം അത് ആ ഒരു ട്രസ്റ്റാണ് ഇതായിപ്പോയത്, ബ്രേക്കായിപ്പോയത്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അനീഷ്, ഞെട്ടിപ്പിക്കുന്നതാണ് ആ കണ്ടെത്തൽ. കാരണം അത് ഈ ആശുപത്രി അധികൃതരുടെ വിശദീകരണത്തിൽ മലപ്പുറത്തും കോഴിക്കോടും നിരവധി ആശുപത്രികളിൽ ഇത്രയും നാളുകളായി അയാൾ വ്യാജ ഡോക്ടറായി ജോലി ചെയ്തിരുന്നു. മാത്രമല്ല നിരവധി രോഗികൾ അയാളെ തേടി വന്നിരുന്നു എന്നാണ്. ചികിത്സയിൽ ഒരു തരത്തിലും സംശയവും തോന്നിയിട്ടില്ല. എങ്ങനെ ഇത്ര നാൾ ഒരു കള്ളത്തരം മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളത്? കാരണം ഈ ജോലിക്ക് എത്തുമ്പോൾ തന്നെ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ പരിശോധിക്കുക എന്നുള്ള കാര്യം കൂടി ഇല്ലേ? തീർച്ചയായും അങ്ങേയറ്റം ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ നിലനിൽക്കുന്ന ചില തെറ്റായ പ്രവണതകളെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളാണ് ഈ വ്യാജ ഡോക്ടറുടെ ചികിത്സയിലൂടെ പുറത്തു വരുന്നത്. കാരണം ഇയാൾ ഒരുപക്ഷെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഏതെങ്കിലും സ്വകാര്യ ആശുപത്രികളിൽ ഇത്തരത്തിൽ ജോലിക്ക് കയറിയതാവാം. അതിനുശേഷം പിന്നീട് 2 വർഷം മാത്രം പഠിച്ച് പരീക്ഷ എഴുതി, പക്ഷേ ആ പരീക്ഷകളിൽ ജയിച്ചിട്ടുമില്ല. പിന്നീട് ഈ ആശുപത്രികളിലെ ആദ്യ 1-2 ആശുപത്രികൾ തുടരുമ്പോൾ പിന്നീട് ആ പരിചയസമ്പന്നത വെച്ച് മറ്റ് ആശുപത്രികളിലേക്ക് വിളിക്കുന്നു, ഓരോ ഡോക്ടർമാർ റെഫർ ചെയ്യുന്നു. അങ്ങനെ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക്, അവിടെ നിന്നും മറ്റൊരിടത്തേക്ക് ഇങ്ങനെ നീണ്ടു പോവുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ THM ആശുപത്രിയിൽ തന്നെ മറ്റൊരു ഡോക്ടറുടെ സർട്ടിഫിക്കേഷൻ പേരാണ്, എൻറോൾമെന്റിന്റെ പേരാണ് ഈ ഡോക്ടർ അവിടെ, ഈ വ്യാജ ഡോക്ടർ അവിടെ നൽകിയിരുന്നത്. ഇപ്പോൾ പരിശോധനയിൽ അത്തരം വ്യാജ രീതിയിൽ തന്നെയാണ് ഇയാൾ അവിടെ ജോലി സമ്പാദിച്ചതെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്തായാലും വലിയ തിരക്കുള്ള ഡോക്ടറായിരുന്നു. പലയിടങ്ങളിൽ നിന്നും ഇയാളെ കാത്ത് രോഗികൾ ആശുപത്രിയിൽ എത്തും എന്നൊക്കെയാണ് ആശുപത്രിക്കാർ നൽകുന്ന വിശദീകരണം. എന്തായാലും ഈ കോഴിക്കോട് നഗരത്തിലേക്ക് മിക്ക ആശുപത്രികളിലും ഇത്തരത്തിൽ ഈ ജോലിക്ക് ഡോക്ടർമാരെ പാസ്സായവരെ എടുക്കാതെ മെഡിക്കൽ കോളേജുകളിലും മറ്റുമൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ RMOമാരായി നിയമിക്കുന്നുണ്ട് എന്നാണ് അല്പസമയം മുമ്പ് ആ ആശുപത്രിയുടെ മാനേജർ നമ്മളോട് പറഞ്ഞത്. കാരണം വലിയ പണം ആവശ്യപ്പെടും ഇത്തരത്തിൽ RMOമാരായി ജോലി ചെയ്യുന്നതിന് ഡോക്ടർമാർ. ഒപ്പം ഇത്തരം RMO ഡ്യൂട്ടി ചെയ്യുന്നതിന് ഡോക്ടർമാർ തയ്യാറാവാത്ത ഒരു സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് ആശുപത്രിയിലെ രാത്രി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇത്തരത്തിലെ വിദ്യാർത്ഥികളെയാണ് നിയോഗിക്കാറുള്ളത്. അതിന് പ്രത്യേക ഗ്രൂപ്പുകളുണ്ട്, സംഘടനയുടെ പ്രത്യേക സംവിധാനങ്ങളുണ്ട്. അതുവഴിയൊക്കെയാണ് നിയമിക്കുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും ഈ പഠിക്കുന്ന സമയത്ത് തന്നെ ഡോക്ടർമാരെന്ന രീതിയിൽ പരിശോധന നടത്തുന്നവർ പിന്നീട് ആ പരിചയസമ്പന്നത ഉപയോഗിച്ച് മുന്നോട്ട് പോവുകയും ഇവർ ജയിച്ചിട്ടുണ്ടോ, പഠിച്ച് പാസ്സായിട്ടുണ്ടോ എന്ന് പോലും അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യം സംജാതമാവുകയും ചെയ്യും. എന്തായാലും ഈ കേസിൽ തന്നെ അശ്വിൻ, ഡോക്ടർ കൂടിയാണ് അശ്വിൻ എന്നയാൾ, അദ്ദേഹത്തിന്റെ അച്ഛനാണ് മരിച്ചത്. ആദ്യം അച്ഛൻ മരിച്ചപ്പോൾ കുടുംബത്തിന് യാതൊരു സംശയവും
വന്നില്ല. പിന്നീട് മറ്റൊരു ബന്ധുവിനെ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പം അശ്വിന്റെ ഭാര്യ, അവരും ഡോക്ടറാണ്, അവരാണ് ഈ നെയിം ബോർഡ് കണ്ടിട്ട് ഇങ്ങനൊരാളെ തിരിച്ചറിഞ്ഞത്. ഈ അശ്വിന്റെ ഭാര്യയുടെ KMCT മെഡിക്കൽ കോളേജിൽ പഠിച്ച ആളാണ്, അയാളുടെ സീനിയറായി പഠിച്ച ആളാണ് ഈ വ്യാജ ഡോക്ടർ. പലതവണ പരീക്ഷ എഴുതിയെങ്കിലും ജയിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. അത് ഈ വനിതാ ഡോക്ടർക്ക്, ഈ അശ്വിന്റെ ഭാര്യയ്ക്ക് അറിയാമായിരുന്നു, ജൂനിയറായി പഠിച്ചതുകൊണ്ട് തന്നെ. പിന്നീട് അവർ നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ യാതൊരു രജിസ്ട്രേഷനും ഇല്ല, കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, പരീക്ഷകൾക്ക് പാസ്സായിട്ടില്ല എന്ന് അറിയുകയും ചെയ്തു. എന്തായാലും സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളടക്കം വിശദമായൊരു ഓഡിറ്റിംഗ് അനിവാര്യമാവുന്ന രീതിയിലുള്ള സംഭവവികാസങ്ങളാണ് നടന്നിരിക്കുന്നത്. നിലവിൽ ആൾമാറാട്ടം, വഞ്ചന തുടങ്ങിയ കുറ്റങ്ങൾക്കാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ നരഹത്യ അടക്കമുള്ള കുറ്റങ്ങൾ കൂടി ഇനി ചേർക്കാൻ സാധ്യതയുണ്ട്. ഉച്ചതിരിഞ്ഞ് ഇയാളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്.